നമസ്കാരം. മലയാള സിനിമകൾ ഇന്ന് കേരളത്തിന് പുറത്തും വിദേശത്തും വൻ ചലനങ്ങളാണ് സൃഷ്ടിക്കാറുള്ളത്. എന്നാൽ ഈ സിനിമകൾ വിദേശത്തെത്തിയിരിക്കുന്ന വിതരണക്കാർക്കിടയിൽ ഇപ്പോൾ വലിയൊരു തർക്കം ഉടലെടുത്തിരിക്കുകയാണ്. പ്രമുഖ വിതരണക്കാരായ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി നോർത്ത് അമേരിക്കൻ ഡിസ്ട്രിബ്യൂട്ടറായ അച്ചയൻസ് ഫിലിം ഹൗസ് രംഗത്തെത്തിയിരിക്കുകയാണ്. മമ്മൂട്ടി നായകനായ ബസൂക്ക എന്ന ചിത്രത്തിന്റെ വിതരണാവകാശത്തെ ചൊല്ലിയുള്ള ഈ തർക്കം ഇപ്പോൾ നിയമ നടപടികളിലേക്ക് നീങ്ങുകയാണ്. അച്ചയൻസ് ഫിലിം ഹൗസ് വ്യക്തമാക്കുന്നതനുസരിച്ച് വലിയൊരു തുകയ്ക്കാണ് അവർ ട്രൂത്ത് ഗ്ലോബലിൽ നിന്ന് ബസൂക്കയുടെ നോർത്ത് അമേരിക്കൻ റൈറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു മിനിമം ഗ്യാരണ്ടി കരാറിലായിരുന്നു ഈ ഒരു ഇടപാട് നടന്നിട്ടുണ്ടായിരുന്നത്. മലയാള സിനിമ ഇന്ന് ലോകമെമ്പാടും ചർച്ചാ വിഷയമാണ്. കേരളത്തെക്കാൾ കൂടുതൽ കളക്ഷൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേടുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. എന്നാൽ ഈ തിളക്കത്തിനിടയിൽ വിദേശ വിതരണക്കാർക്കിടയിൽ അരങ്ങേറുന്ന പേരുകൾ പലപ്പോഴും പുറം ലോകം അറിയാറേയില്ല. പ്രമുഖ വിതരണക്കാരായ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസിനെതിരെ നോർത്ത് അമേരിക്കൻ വിതരണക്കാരായ അച്ചയൻസ് ഫിലിം ഹൗസ് ഉന്നയിച്ചിരിക്കുന്ന ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ സിനിമാ ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. മമ്മൂട്ടി ചിത്രം ബസൂക്കയുടെ വിതരണാവകാശത്തെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോൾ നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അച്ചയൻസ് ഫിലിം ഹൗസ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ബസൂക്കയുടെ നോർത്ത് അമേരിക്കൻ റൈറ്റ്സ് വലിയൊരു തുകയ്ക്കാണ് അവർ ട്രൂത്ത് ഗ്ലോബലിൽ നിന്ന് വാങ്ങിയത്. സിനിമ ലാഭമായാലും നഷ്ടമായാലും ഒരു നിശ്ചിത തുക വിതരണക്കാരൻ നൽകണം എന്ന വ്യവസ്ഥയിലാണ് ഈ ഒരു കരാർ നടക്കുന്നത്. ബസൂക്കയ്ക്ക് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ട്രൂത്ത് ഗ്ലോബലിന്റെ വരാനിരിക്കുന്ന ചിത്രമായ കളങ്കാവലിന്റെ വിതരണാവകാശത്തിലൂടെ ആ നഷ്ടം നികത്താമെന്ന് അവർ രേഖാമൂലം ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടതോടെ കാര്യങ്ങൾ തകിടം മറിയുകയായിരുന്നു. ബസൂക്ക നോർത്ത് അമേരിക്കയിൽ അച്ചയൻസ് ഫിലിം ഹൗസിന് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയത്. കരാർ പ്രകാരം ഈ നഷ്ടം പരിഹരിക്കാൻ കളങ്കാവൽ എന്ന സിനിമയുടെ റൈറ്റ്സ് ചോദിച്ചപ്പോൾ ട്രൂത്ത് ഗ്ലോബൽ ഉടമ സമദ് ട്രൂത്ത് കൈമലർത്തുകയായിരുന്നുവെന്ന് ഇവർ ആരോപിക്കുകയാണ്. കളങ്കാവലിന്റെ റൈറ്റ്സ് തങ്ങൾക്കല്ലെന്നും അടുത്ത മറ്റൊരു സിനിമയിലൂടെ നഷ്ടം തീർക്കാമെന്നും പറഞ്ഞ് ഒരു വർഷത്തോളമായി ട്രൂത്ത് ഗ്ലോബൽ തങ്ങളെ വഞ്ചിക്കുകയാണെന്ന് അച്ചയൻസ് ഫിലിം ഹൗസ് നിർമ്മാതാക്കളിൽ ഒരാളായ ബിജോ പറയുന്നു. മാസങ്ങളായി ഇവരുടെ ഫോൺ കോളുകൾക്കോ മെസ്സേജുകൾക്കോ ട്രൂത്ത് ഗ്ലോബൽ മറുപടി നൽകുന്നുമില്ല. ഈ തർക്കത്തിനിടയിൽ ഏറ്റവും ഗൗരവകരമായ മറ്റൊരു കാര്യം സമദ് ട്രൂത്തിന്റെ പ്രതികരണമാണ്. താനൊരു ഇടനിലക്കാരൻ മാത്രമാണെന്നും നൽകിയ പണം മമ്മൂട്ടി ഇതിനകം കൈപ്പറ്റി കഴിഞ്ഞുവെന്നുമാണ് അദ്ദേഹം അച്ചയൻസ് ഫിലിം ഹൗസിനോട് പറഞ്ഞതത്രേ. സിനിമയിൽ ഒരു ചിത്രത്തിന് നഷ്ടം വന്നാൽ അടുത്ത ചിത്രത്തിലൂടെ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് സാധാരണമാണ്. എന്നാൽ ഇവിടെ ആ ഒരു വിശ്വാസ്യത തകർക്കപ്പെട്ടിരിക്കുകയാണ്. തങ്ങൾ നൽകിയ പണത്തിന്റെ സുതാര്യത ഉറപ്പാക്കാനോ നഷ്ടം പരിഹരിക്കാനോ ട്രൂത്ത് ഗ്ലോബൽ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇനി ഒരു കരാറിന് തങ്ങളില്ലെന്ന് അച്ചയൻസ് ഫിലിം ഹൗസ് വ്യക്തമാക്കുന്നുണ്ട്. വിഷയം ഇപ്പോൾ നിയമത്തിന്റെ വഴിയിലേക്ക് നീങ്ങുകയാണ്. ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസിനെതിരെ നടപടിക്ക് ഒരുങ്ങുകയാണെന്ന് അച്ചയൻസ് ഫിലിം ഹൗസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിദേശത്തുള്ള പാർട്ട്ണർമാർ കൂടി കേരളത്തിലെത്തിയ ശേഷം ഒരു വമ്പൻ വാർത്താ സമ്മേളനം വിളിച്ച് കൂടുതൽ തെളിവുകൾ പുറത്തുവിടാനാണ് ഇവരുടെ തീരുമാനം. സിനിമയുടെ തിളക്കമുള്ള ലോകത്തിന് പിന്നിൽ കോടികളുടെ ഇത്തരം ബിസിനസ് തർക്കങ്ങൾ പതിവാണ്. വിദേശത്തുള്ള പാർട്ട്ണർമാർ കൂടി കേരളത്തിലെത്തിയ ശേഷം ഒരു വമ്പൻ വാർത്താ സമ്മേളനം വിളിച്ച് കൂടുതൽ തെളിവുകൾ പുറത്തുവിടാനാണ് ഇവരുടെ തീരുമാനം. സിനിമയുടെ തിളക്കമുള്ള ലോകത്തിന് പിന്നിൽ കോടികളുടെ ഇത്തരം ബിസിനസ് തർക്കങ്ങൾ പതിവാണല്ലോ. എന്നാൽ ഇത് വിദേശ വിപണിയിലെ മലയാള സിനിമയുടെ വളർച്ചയെ എങ്ങനെ ബാധിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. മമ്മൂട്ടി ചിത്രം എന്ന നിലയിൽ വലിയ ഹൈപ്പോടെയാണ് ബസൂക്ക നോർത്ത് അമേരിക്കൻ മാർക്കറ്റിലേക്ക് എത്തുന്നത്. എന്നാൽ ആദ്യവാരം കഴിഞ്ഞതോടെ ചിത്രം ബോക്സ് ഓഫീസിൽ പതറുകയായിരുന്നു. ഏകദേശം വമ്പൻ തുകയ്ക്ക് റൈറ്റ്സ് എടുത്ത അച്ചയൻസ് ഫിലിം ഹൗസിന് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ച ഷെയർ അതിന്റെ പകുതി പോലും എത്തിയില്ല എന്നാണ് കിട്ടുന്ന വിവരങ്ങൾ. വിദേശ രാജ്യങ്ങളിലെ തിയേറ്റർ വാടകയും പബ്ലിസിറ്റി കൂടി കണക്കിലെടുക്കുമ്പോൾ നഷ്ടത്തിന്റെ ആഴം വർദ്ധിച്ചു. സിനിമയ്ക്ക് ലഭിച്ച സമ്മിശ്ര പ്രതികരണം വിദേശ മലയാളി പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഇതോടെയാണ് കരാർ പ്രകാരമുള്ള ലോസ് അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമായി വരുന്നത്. ഈ തർക്കത്തിൽ അച്ചയൻസ് ഫിലിം ഹൗസ് പ്രധാനമായും ഉന്നയിക്കുന്നത് കരാർ ലംഘനമാണ്. ട്രൂത്ത് ഗ്ലോബലുമായി ഉണ്ടാക്കിയ കരാറിൽ കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ പേര് പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് നൽകാതിരിക്കുന്നത് നിയമപരമായി വലിയ തെറ്റാണ്. നഷ്ടം നികത്താമെന്ന് രേഖാമൂലം ഉറപ്പു നൽകിയ ശേഷം ആ സിനിമയുടെ വിതരണാവകാശം തങ്ങൾക്കില്ലെന്ന് പറയുന്നത് മറ്റൊരു ചതിയായിട്ടാണ് വിതരണക്കാർ കാണുന്നത്. കരാർ പ്രകാരം നൽകിയ പണം തിരികെ ലഭിക്കാനോ അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്ത മറ്റൊരു സിനിമയുടെ അവകാശം നേടിയെടുക്കാനോ സിവിലായും ക്രിമിനലായും കേസുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. ഒരു സിനിമ പരാജയപ്പെട്ടാൽ അടുത്ത സിനിമയിലൂടെ ഡിസ്ട്രിബ്യൂട്ടറെ സഹായിക്കുന്നത് സിനിമയിലെ ഒരു അലിഖിത നിയമമാണ്. അത് ലംഘിക്കപ്പെട്ടത് ഇൻഡസ്ട്രി മൊത്തം ബാധിക്കും. താൻ വെറും ഒരു ഇടനിലക്കാരനാണെന്നും മമ്മൂട്ടി പണം വാങ്ങിയെന്നും ട്രൂത്ത് ഗ്ലോബൽ പറയുന്നത് മമ്മൂട്ടിയുടെ പ്രതിച്ഛായയെ പോലും ബാധിക്കുന്ന കാര്യമാണ്. വിദേശത്തെ ഡിസ്ട്രിബ്യൂട്ടർമാർ ഇന്ന് വളരെ സംഘടിതരാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ സംഘടനകൾ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യതയുമുണ്ട്.